തൃക്കുന്നപ്പുഴ കരുനാഗപ്പള്ളി റോഡിനോട് ചേർന്നാണ് കാർത്യായനിയമ്മയുടെ മകൻ്റെ വീട്. തൊട്ടപ്പുറത്താണ് കടൽ. അവിടെ ധാരാളം തെരുവുനായ്ക്കളുണ്ട്. നമ്മൾ വന്നതിന് ശേഷം തന്നെ ഒരു 20-ലധികം തെരുവുനായ്ക്കളെ ഒന്നിച്ച് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ഈ ഗേറ്റ് കാർത്യായനിയമ്മയുടെ മകനും മകളും ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി ഗേറ്റ് അടച്ചിട്ടിട്ടായിരുന്നു പോയിരുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ ഈ ഗേറ്റിൻ്റെ ഇടയിലൂടെ തെരുവുനായ്ക്കൾക്ക് കടന്നു വരാനുള്ളൊരു സൗകര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റ് 2 വശത്തും വേലിയാണുള്ളത്. വേലിക്കിടയിലൂടെയും തെരുവുനായ്ക്കൾക്ക് അകത്ത് കയറാം. വൈകുന്നേരം ഉച്ചയ്ക്ക് 2:30 ഈ വീടിനോട് ചേർന്നൊരു ചെറിയ ഷെഡിലാണ് കാർത്യായനിയമ്മ വിശ്രമിക്കാറുള്ളത്. ആ ഷെഡിൽ വെച്ചാണ് അമ്മയ്ക്ക് കടിയേറ്റത് എന്നുള്ളതാണ് മകൻ പറയുന്നത്. ഇവിടെ ഒരു 3-4 പട്ടി ഉണ്ടായിരുന്നു. അമ്മ അവിടെ താഴെ കിടക്കുകയായിരുന്നു. അമ്മയ്ക്ക് എനിക്കൊന്നും എനിക്ക് നോക്കാനോ ബോധം അങ്ങനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വാരിയെടുത്ത് ആശുപത്രിയിൽ പോവുമായിരുന്നു. മുഖമൊക്കെ ഭയങ്കരമായിട്ട് ആക്രമിച്ചു. അങ്ങനെ ഇവിടെ ഈ താടിയലിന് ഇവിടാണ് കടി കിട്ടിയിരിക്കുന്നത്. എനിക്കിത് ഒറ്റ നോട്ടം ഞാൻ എൻ്റെ അമ്മയല്ലേ, എനിക്ക് എന്ത് പറയാൻ പറ്റും. വീടിനകത്ത് നിന്ന് നായ്ക്കളുടെ കുര കേട്ടിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധാരാളം തെരുവുനായ്ക്കൾ ചുറ്റുമുള്ളത് കൊണ്ട് സ്വാഭാവികമായി തന്നെ നായ്ക്കൾ കുരയ്ക്കുന്നതാകാം എന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത്. എന്റെ പൊന്നുമോനെ എന്തുവായി പറയുന്നത്? ശല്യം ഞങ്ങൾക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയുന്നില്ല. പുറത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പട്ടിയുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ ഞാൻ എപ്പോഴും ഒരു 1000 കല്ല് 100 പടിയുമായിട്ടാണ് നടക്കുന്നത്. കാരണം ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നീട് വാതക്കല്ലിരുന്ന് പാത്രം കഴിയുന്നവരെ കടിച്ചു തീരുന്നത് പിന്നെന്ത് പറയാനാ? ഒരു രീതിയിൽ നടക്കാനും പറ്റത്തില്ല, എങ്ങോട്ട് പോകാനും പറ്റത്തില്ല. നേരത്തെ ആരെങ്കിലും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. വണ്ടിക്കാര് ആളുകളൊക്കെ മറിച്ചിടുന്നുണ്ട്. ഒരുപാട് പട്ടി, ഭയങ്കര ശല്യം പട്ടിയുടെ. ഈ തെരുവുപട്ടിയുടെ ശല്യം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ രാത്രി 2 മണിക്കോ 3 മണിക്കൊക്കെ പണിക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇത് പരിപൂർണമായിട്ടും നമുക്ക് നടന്നു പോകാനൊക്കത്തില്ല. ഒന്നിലധികം ആളായിട്ട് വന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടാം, അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് പോകാനൊക്കത്തില്ല. കാരണം ഇവിടെ ഈ നീളത്തിന് തീരപ്രദേശത്ത് മൊത്തം നമ്മളെ ഈ അരട്ട പഞ്ചായത്തിലെന്ന് പറയുമ്പോൾ ഈ 6ാം വാർഡിലെന്ന് പറയുമ്പോൾ ശരിക്ക് ബുദ്ധിമുട്ട് തന്നെ. ഈ അടുത്ത് ഒരു പയ്യനെ, തൃക്കുന്നപ്പുഴയുള്ളൊരു പയ്യനെ പണിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കടിച്ച് പിടിച്ചിട്ട് പട്ടിയെ കൊന്നതിന് ശേഷമാണ് വിരൽ എടുത്തത്. അയാൾ തന്നെ പട്ടിയെ കൊന്നു. കാർത്യായനിയമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തകഴിയിലേക്ക്, കുടുംബ വീട് ഉള്ള തകഴിയിലേക്ക് കൊണ്ടുപോകും. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.